വിശ്വസ്മൈ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം വഷട്കരായ നമഃ. വിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. നമാമി പുരുഷോത്തമം. അപ്പോൾ സർവേശ്വരൻ ആ പരംപിതാ പരമാത്മാ നമ്മുടെ ഈ ഭാരതം ഋഷിമുനി വര്യന്മാരുടെ കാലം മുതൽ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരെ കൊണ്ട് സമ്പന്നമായ നമ്മുടെ ഈ ഭാരതത്തിൽ ആ സന്യാസി പരമ്പരയുടെ ഈ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ സ്വാമിജിയെ പോലെ, അതായത് ഭക്തനെ ജ്ഞാനത്തിലേക്ക് ഉയർത്താൻ പ്രാപ്തനായ, അത് എന്തുകൊണ്ടെന്നാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് കഥയിൽ കാര്യത്തെ മനസ്സിലാക്കി കൊടുക്കുന്നത്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ ധാരാളം ഐതിഹ്യങ്ങളുണ്ട്, കഥോപകഥകളുണ്ട്. പക്ഷെ ഓരോ കഥയ്ക്കുള്ളിൽ നിന്നും അതിൻ്റെ ഗൂഢാർത്ഥത്തെ മനസ്സിലാക്കി ശബ്ദാർത്ഥത്തിനുപരി ഓരോരുത്തരെയും ഗൂഢാർത്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്തനെ ജ്ഞാനിയാക്കാൻ, വിവേകശാലിയാക്കാൻ, കർമ്മയോഗിയാക്കാൻ പ്രയത്നിക്കുന്ന സ്വാമിജി ഓരോരുത്തർക്കും ഓരോ പ്രഭാഷണങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എത്ര തന്നെ നാമം ചൊല്ലിയാലും ഏതുവരെ ധ്യാനം ചെയ്യുന്നില്ലയോ, ശക്തി എടുക്കുന്നില്ലയോ, അതുവരെ പരിവർത്തനം ഉണ്ടാകില്ല. അപ്പം ജ്ഞാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മഹത്വമാണ് സ്വാമിജി എല്ലാവർക്കും നൽകുന്നത്. ആ ജ്ഞാനം ധ്യാന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പരിശ്രമിക്കുന്ന ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ ഓരോ ഈശ്വരീയ വിദ്യാർത്ഥികളും അപ്പോൾ സ്വാമിജിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ചിരിപ്പിക്കുകയും ചെയ്യും, ചിന്തിപ്പിക്കുകയും ചെയ്യും. വളരെ നർമ്മരസത്തോടു കൂടി വളരെ ഗഹനമായ വിഷയങ്ങളെ വളരെ സരളമായ ഭാഷയിൽ നമുക്ക് പ്രദാനം ചെയ്യാൻ, പ്രത്യേകിച്ചും കേരളക്കാർക്ക്. കാരണം നമ്മുടെ ജീവിതശൈലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആത്മഹത്യയിലും നമ്പർ 1, മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിലും നമ്പർ 1. അപ്പം ഈ രീതിയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഒരു ഭാഗത്ത് സാക്ഷരതയിൽ ഉയർന്നവരെന്ന് പറയണു, പക്ഷെ അങ്ങനെയുള്ള ജനങ്ങളെ ആധ്യാത്മിക സാക്ഷരതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സ്വാമിജിക്ക് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥികളുടെ പേരിലും സമർപ്പണ സഹോദരി സഹോദരന്മാരുടെ പേരിലും ഈ യജ്ഞത്തിൻ്റെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായ ആദരണീയ ദാദി ജാനകിജിയുടെ പേരിലും ഓരോരോ
പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരുടെ പേരിലും ഹൃദയപൂർവമായ സ്നേഹപൂർവമായ ആദരപൂർവമായ സ്വാഗതം സ്വാഗതം സുസ്വാഗതം. വിശ്വസ്മയേ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം ശാന്തി. ധ്യാനത്തിലൂടെ രാജകീയമായ ഉന്നതിയിലേക്ക് എത്താൻ പരിശ്രമിക്കുന്ന എല്ലാ യോഗികൾക്കും യോഗിനികൾക്കും എൻ്റെ അനന്തകോടി പ്രണാമം. എനിക്ക് പറയാനുള്ളതൊക്കെ മീന സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, യു ആർ ഓൾ ദ ടൈം ടോക്കിംഗ് അബൌട്ട് ദ ക്വാണ്ടം മെക്കാനിസം, തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഞാൻ എത്ര ദിവസമായി ഇത് കേട്ടുകൊണ്ടിരിക്കണോ? ഇത് എനിക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിൽ ടോക്ക് ഉണ്ടായിരുന്നു. ശരി, ഇന്നത്തെ ടോക്ക് നീ ചെയ്തോളൂ. ഇദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വിഗ് വെച്ചിട്ട് അന്ന് യൂണിവേഴ്സിറ്റി കുട്ടികളെ ഈ ക്വാണ്ടം മെക്കാനിസത്തെക്കുറിച്ച് പറഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് ആ തിയറി പ്രൂവ് ചെയ്തു. കുട്ടികളൊക്കെ ക്ലാപ്പ് ചെയ്തു. അവസാനം ഒരു കുട്ടി ചോദിച്ചു, സർ ഐ ഹാവ് എ ഡൗട്ട്. ഈ ഡൗട്ട് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മുട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ ചോദിച്ചു, യെസ് വാട്ട് ഈസ് യുവർ ഡൗട്ട്? അപ്പോൾ ഇദ്ദേഹം ഈ എനർജി ഫീൽഡിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, ദിസ് ഇസ് സച്ച് എ സില്ലി ക്വസ്റ്റ്യൻ, ഈവൻ മൈ ഡ്രൈവർ ക്യാൻ ആൻസർ ഇറ്റ് എന്ന്. ഇതുപോലെ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് പറയാനുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഇനിയുള്ള ചോദ്യത്തിനും സിസ്റ്റർ ഉത്തരം പറയും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ധ്യാനേന ആത്മനി പശ്യന്തി. ധ്യാനമാണ് മനസ്സിനെ ഉയർത്താനുള്ള ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്നുള്ളത്. അത് പൂജകളിലും ജപങ്ങളിലും വരുമ്പോൾ താഴ്ന്നു പോകുന്നു. വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് പ്രാർത്ഥനയല്ല, ധ്യാനമാണ്. ഭാരതീയ സംസ്കാരം ധ്യാനത്തിൻ്റെ സംസ്കാരമാണ്. പക്ഷേ ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ്, നമ്മളത് പ്രാർത്ഥനാ സംസ്കാരത്തിലേക്ക് താഴ്ന്നുപോയി. പ്രാർത്ഥിക്കൽ ഒരുതരം യാചനയാണ്. പ്രാർത്ഥന മനുഷ്യനെ ദുർബലനാക്കുന്നു, എന്നാൽ ധ്യാനം മനുഷ്യനെ ധീരനാക്കുന്നു. നമുക്ക് വേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും വേണ്ടത് ഞാൻ നോക്കുമ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എല്ലാ ദുഃഖത്തിൽ നിന്നും മറികടക്കാനുള്ള ബലം, ധൈര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നോ ആ മേഖലയിൽ നമ്മളൊരു ആവശ്യക്കാരായിത്തീരുക. പലരും അവരവരുടെ മേഖലയിൽ ആവശ്യക്കാരാണോ എന്നുള്ളത് പത്രം നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, കൊച്ചി മെട്രോ അത് വലിയൊരു എന്താ പറയുക സംഭവമാണ്. എല്ലാവർക്കും ആരെയാ വേണ്ടത്? ശ്രീധരൻജിയെ വേണം. ഹി പ്രൂവ്ഡ് ഹിസ് എബിലിറ്റി, അല്ലേ? ഇതുപോലെ നിങ്ങൾ ഏത് മേഖലയിലായാലും നിങ്ങളെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പറഞ്ഞു 2014 വരെ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവർക്ക്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആവശ്യക്കാരായി മാറുക, നിങ്ങളെ കൊണ്ട് പ്രയോജനമുള്ളവരായിക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ വളരെയധികം സംതൃപ്തരാകും. ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നോ അതിൽ നിങ്ങൾക്ക് അലിഞ്ഞു തരാൻ സാധിച്ചാൽ, ഒരുപക്ഷെ മീന സിസ്റ്റർ ഉദ്ദേശിച്ച ഈശ്വരാർപ്പണം എന്നുള്ളത് അതായിരിക്കാം. ഏത് മേഖലയിൽ അതിൽ രസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ സന്തോഷം അനുഭവിച്ചു. ഈ സന്തോഷം ഇന്ന് പലർക്കും കിട്ടാത്തത് കൊണ്ടാണ് ക്ലബ്ബുകളിൽ പോകേണ്ടി വരുന്നത്. അവർക്ക് മേഖലകളിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ സന്തോഷമില്ല. സന്തോഷത്തിന് കാർഡ്സ് കളിക്കണം, സന്തോഷത്തിന് എന്താ പറയുക ഡ്രിങ്ക്സിലേക്ക് പോകണം. അതുകൊണ്ടൊക്കെയാണ് കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിൽ നമുക്ക് ബുദ്ധിസം വന്നു, ഇൻ്റലിജൻസം വന്നു, പക്ഷേ മനസ്സിൻ്റെ അർപ്പണമില്ലാതെ പോയി. അതുകൊണ്ട് മനസ്സിനെ അർപ്പിക്കാൻ മദ്യപാനങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അപ്പം നമുക്ക് ഏത് മേഖലയിലായാലും സംതൃപ്തി, ഒരു സന്തോഷം വേണ്ടേ?
അത് വേണം. മൂന്നാമത്തതാണ് നിങ്ങൾക്ക് വേണ്ടത് ആദരവ് വേണം. പലപ്പോഴും നമ്മൾ സ്നേഹം എന്നുള്ള വാക്കിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്നേഹമല്ല മനുഷ്യന് വേണ്ടത്, ആദരവാണ്. സ്നേഹം എന്നുള്ളത് ഒരു പക്ഷേ സ്വാർത്ഥതയിൽ നിൽക്കുന്നതാണ്. കാര്യം നേടാൻ വേണ്ടി നമ്മൾ ഒരാളോട് ലോഗ്യം കാണിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളോട് ലോഗ്യം കാണിക്കുന്ന സ്നേഹം എന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ ആ സ്നേഹം ശാശ്വതമല്ല. അതുകൊണ്ടാണ് ഭാര്യാഭർത്ത ബന്ധ സ്നേഹങ്ങളും മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള ബന്ധം സ്നേഹങ്ങളും അതിനൊന്നും ഒരു ശാശ്വതത്വം കാണുന്നില്ല. ഉണ്ടോ? അതൊക്കെ ഒരു കാര്യം നേടി കിട്ടുന്നത് വരെയുള്ള സ്നേഹമാണ്. എന്നാൽ ആദരവ് ഒരിക്കലും നഷ്ടപ്പെടില്ല. നാം ആദരണീയരായി തീരണമെങ്കിൽ നിങ്ങളെ കൊണ്ട് വല്ല പ്രയോജനവും സമൂഹത്തിലുണ്ടാവണം. അതിനെന്ത് വേണം? നിങ്ങൾ ധ്യാനം പഠിക്കുകയും വേണം, മറ്റുള്ളവരെ ധ്യാനം പരിശീലിപ്പിക്കുകയും വേണം. മറ്റൊരാൾ മാനസികമായി ഉയരുമ്പോൾ, ഇവിടെ തന്നെ നോക്കൂ, ഞാൻ ബ്രഹ്മകുമാരി സംഘടനയുടെ എനിക്ക് അത്ര ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ഞാൻ പല സന്ദർഭങ്ങളിൽ പ്രോഗ്രാമിന് എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ മസ്കറ്റിൽ ഒരിക്കലും ഒരു പ്രോഗ്രാമിന് പോവുകയുണ്ടായി. അപ്പോഴും ഇന്ന് മീനാ സിസ്റ്റർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഹെഡിൻ്റെ പേരും അതുപോലെ അടുത്തുള്ള ആളുകളുടെയൊക്കെ പേര് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റിലാണത് പറയുന്നത്, ഒരു പരമ്പരയുടെ പേര് ഓർക്കുന്നത്. അവരൊക്കെ അടുത്ത തലമുറകളെ ഉയർത്തിയത് കൊണ്ടാണല്ലോ അവരൊക്കെ ഓർക്കുന്നത്. ഒരുപക്ഷെ മീനാ സിസ്റ്റർ കണ്ടിട്ടുണ്ടാവുകയില്ല ഇതിൻ്റെ ഫൗണ്ടറെ, ഉണ്ടാവാൻ വഴിയില്ല. കാരണം 1960s നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവരുടെ തപസ് നമുക്ക് പ്രയോജനകരമായിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ നിങ്ങളെ കൊണ്ട് അല്പം ഒരാൾക്കെങ്കിലും, ഭഗവാൻ കൃഷ്ണൻ പറയും, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയ, ഒരാളെയെങ്കിലും നിങ്ങൾ ധ്യാനം പരിശീലിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ, ഞാൻ പറയാം സ്നേഹിക്കാനല്ല, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ, ആദരിക്കാൻ സമൂഹത്തിൽ എന്നും ആളുണ്ടാവും. എവിടെ റെസ്പെക്റ്റ് ഉണ്ടോ അവിടെ നിങ്ങൾക്കൊരിക്കലും തോന്നില്ല നിങ്ങൾ ആവശ്യക്കാരല്ല എന്നുള്ളത്. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ പലർക്കും ഐസൊലേഷൻ തോന്നുന്നത്, ആർക്കും വേണ്ടാത്തവരെന്ന് തോന്നുന്നത് അവരെ കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്, എന്നെക്കുറിച്ച് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിരന്തര ധ്യാനത്തിലൂടെ സ്വയം പ്രശ്നങ്ങളിൽ നിന്ന് ഉയരാനുള്ള ശക്തി ആർജിക്കുക. അതുപോലെ തന്നെ നിരന്തര ധ്യാനത്തിലൂടെ ചെയ്യുന്ന കാര്യത്തിൽ പരിപൂർണമായി മുഴുകി ചെയ്യുക, അതിലൂടെ സംതൃപ്തി നേടുക. അങ്ങനെയെങ്കിൽ ഒരു മദ്യപാനവും മറ്റും വേണ്ടി വരില്ല. ഈ ഉള്ളിയൊക്കെ ഭക്ഷണത്തിൽ ഇടേണ്ടി വരുന്നത് വാസ്തവത്തിൽ രുചിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ രുചി ആവശ്യമുണ്ടാവില്ല. ഈവൻ നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും അതിലൊരു രുചിയും സന്തോഷവും കൂടും. ഇതേപോലെ നിങ്ങൾ ഒരാളെയെങ്കിലും ധ്യാനം പരിശീലിപ്പിച്ചാൽ നിങ്ങളെന്നും സമൂഹത്തിൽ ആദരണീയരായിത്തീരും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക: ധീരരാവുക, സംതൃപ്തരാവുക, ആദരണീയരായിത്തീരുക. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് എൻ്റെ സമയക്കുറവ് കാരണം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് മുള്ളിൻ്റെ മുകളിലെന്ന് പറയാം. മനസ്സിലായില്ലേ? ഇവരൊക്കെ നിൽക്കുമ്പോൾ ഇവരുടെ നോട്ടം വേറെ രീതിയിലാണ്, നിർത്തുസ്വാമി നിർത്തുസ്വാമി എന്നുള്ളത്. എനിക്ക് അവിടെ എത്തിച്ചേരണം. കാരണം പ്രത്യേകിച്ച് ഇന്ന് എന്താ പറയുക, സപ്താഹത്തിൻ്റെ 6ാമത്തെ ദിവസം കുറച്ച് പീക്ക് ഡേ ആണ്, രുക്മിണി സ്വയംവരം ദിവസമാണ്. അപ്പം എല്ലാവരും ഒരു രുക്മിണി സ്വയംവരത്തിൻ്റെ മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സമയക്കുറവ് കാരണം മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനാണ് എനിക്ക് കുറേയും കൂടി സമയം ചെലവഴിക്കാനാണ് മോഹം. കാരണം നിങ്ങളാണ് ശരിക്കും ആത്മീയത ഉൾക്കൊണ്ടിട്ടുള്ളത്. അവരെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ചെയ്യേണ്ടതൊക്കെ അവരവർ തന്നെയാണ്, അല്ലേ? അവരവർ തന്നെ പരിശ്രമിക്കണം. ബാക്കിയെല്ലാം ഇപ്പം നിങ്ങൾ 2 നേരം ധ്യാനിക്കണമെന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ താഴോട്ട് നോക്കേണ്ടത് സത്യമാണോ അല്ലേ എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ധ്യാനിക്കണം. സിസ്റ്റർമാർക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവും, ഇതിൽ സംശയിക്കേണ്ട. നിങ്ങൾ അനുഗ്രഹീതരാണ്. കാരണം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ട്. ഇനി നിങ്ങളും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുക. കൃഷ്ണൻ പറയുന്ന ഒരു കാര്യം, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. പരസ്പരം ഭാവയന്ത, പരസ്പരം സഹായിച്ച് മുന്നേറൂ, ശ്രേയസ്സിലേക്ക് വരൂ.
കേരളത്തിൻ്റെ സിദ്ധാന്തം ഇത് തന്നെയാണ്, പരസ്പരം പാര വെച്ച് താഴോട്ട് പോകുന്നു. അതിന് പകരം നമ്മൾ പരസ്പരം ധ്യാനം പരിശീലിപ്പിച്ച് മുന്നോട്ട് പോകുന്നുള്ളത് നേരെ വിപരീതമായിരിക്കണം. രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ അങ്ങനെയൊരു ഉത്തമമായ ഉന്നതമായ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. അതിന് ജഗദീശ്വരൻ നമുക്ക് ശക്തി പകരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനന്തകോടി പ്രണാമം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. വിശ്വസ്മൈ നമഃ. ഓം വിഷ്ണവേ നമഃ.